അഥവാ ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ഈ പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ വന്ന് പറയാണ്, എന്റെ കുഞ്ഞിനെ ഞാൻ എന്റെ പപ്പ തങ്കച്ചൻ പി ജി, അതായത് ഋതുൽദാസിനെ തങ്കച്ചൻ പി ജി അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞമ്മ തങ്കച്ചനോ അല്ലെങ്കിൽ എന്റെ ചേച്ചി രമ്യ ലിബുവിനെയോ അല്ലെങ്കിൽ ലിബു എന്റെ ചേട്ടാപ്പി, ഇവരെ 4 പേരെ അല്ലാതെ ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കത്തില്ല. എനിക്ക് ആരും വിശ്വാസമില്ല. എന്റെ കുഞ്ഞിനെ ഋതുൽദാസിനെ ഞാൻ ഈ 4 പേരെ മാത്രമേ ഏൽപ്പിക്കുള്ളൂ. എനിക്ക് എന്തെങ്കിലും ക്യാൻസർ വന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ 4 പേരായിരിക്കും എന്റെ കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്വം. ഞാൻ അവരെ ഏൽപ്പിക്കുകയാണ്. പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ പറയാണ്, എന്റെ കുഞ്ഞിനെ അവര് 4 പേരല്ലാതെ വേറെ ആർക്കും ഞാൻ കൊടുക്കത്തില്ല എന്റെ കുഞ്ഞിനെ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണുസുതി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. താല്പര്യമുള്ളവർക്ക് കാണാം, ഇല്ലാത്തവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാട്ടോ. എന്തായാലും വിവാദങ്ങൾക്കൊടുവിൽ രേണുസുതി ഒരു വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അവരുടെ യൂട്യൂബ് ചാനലാണ് ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്, അവരുടെ രോഗത്തെക്കുറിച്ചും അതുപോലെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഇപ്പോൾ ക്യാൻസർ രോഗമാണല്ലോ, അപ്പൊ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ കുഞ്ഞിനെ ഞാൻ ആരെയാണ് ഏൽപ്പിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രേണു പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് രേണു പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് വീഡിയോ കണ്ടിട്ട് വരാം. ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നു. കുറച്ച് കാര്യങ്ങളൊന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി, എന്നെ സ്നേഹിക്കുന്നവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പിന്നെ ഇപ്പൊ ഇച്ചിരി സുന്ദരിയായിട്ടിരിക്കുന്നല്ലോ ആണ്. എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ വിഗൊക്കെ വെച്ച് ഒരു പൊട്ടൊക്കെ തൊട്ട് കമ്മലൊക്കെ ഇട്ട്, കാരണം നമ്മൾ ഇങ്ങനെയാണല്ലോ ജീവിതത്തിൽ നടന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് മുടിയൊക്കെ പോയി നമ്മൾ പൊട്ടൊന്നും തൊടാതെ കണ്ണൊന്നും എഴുതാതിരിക്കാൻ നമുക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമമാകും. അപ്പം നമ്മൾ എങ്ങനെയാണോ, ഇപ്പം നമ്മുടെ കുടുംബത്തിൽ ഒരു ക്യാൻസർ രോഗി ഉണ്ടെങ്കിൽ അവരെ എത്രത്തോളം നമ്മൾ സന്തോഷിപ്പിക്കുക അത്രത്തോളം നമ്മൾ സന്തോഷിപ്പിക്കണമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്നെപ്പോലെ ക്യാൻസർ രോഗികളായിട്ട് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ നമ്മൾ മനസ്സുകൊണ്ട് ഒരുപാട്, അവർക്ക് എന്താണോ സന്തോഷം തോന്നുന്നത്, അല്ല ഒരു പാട്ട് കേൾക്കാനാണെങ്കിലും ഇപ്പൊ ഒന്ന് പൊട്ട് തൊടാനാണല്ലോ, അവർക്ക് സന്തോഷിക്കാനാണല്ലോ അവരെ സന്തോഷിപ്പിക്കുക. അതാണ് അവർക്ക് രോഗത്തിന്റെ പകുതി ആശ്വാസം കിട്ടുന്ന അതാണ്. പിന്നെ എന്നെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്. ഒത്തിരി നല്ല ആളുകൾ എന്നെ കാണാനും വന്നിട്ടുണ്ട്. ഇൻഫെക്ഷന്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല, കീമോ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് വയ്യാണ്ടാവും. അന്ന് ഞാൻ കിടന്നുകൊണ്ടാണ് ICU പോകുന്നതിന് തലേന്നൊരു വീഡിയോ ഇട്ടു. അതെടുത്തിട്ട് പിറ്റേന്ന് ഞാൻ എഴുന്നേറ്റപ്പോ അതിനും കുറ്റം. അപ്പൊ ഞാൻ എഴുന്നേക്കാൻ പാടില്ല, ഞാൻ എപ്പോഴും കിടന്നെങ്കിൽ ഞാൻ ഡെഡ് ബോഡി ആകണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്കിപ്പം മനസ്സിലായി. കാരണം എന്ത് വീഡിയോ ഇട്ടാലും അല്ലെ അവൾ ക്യാൻസർ രോഗിയല്ലേ, അവളൊന്നും സന്തോഷിക്കട്ടെ എന്നല്ല പറയുന്നത്, അവൾ എന്താണ് മരിക്കാത്തതെന്നാണ് ഓർത്തിരിക്കുന്നത്. അപ്പൊ അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. മനുഷ്യരാണ് നമ്മൾ, എപ്പം വേണം നമുക്ക് എന്ത് വേണം സംഭവിക്കാം. പക്ഷെ ഉള്ള കാലത്ത് നമ്മൾ ആരും ചോദിക്കാതെ സന്തോഷത്തോടുകൂടെ ജീവിക്കുക. ഒരുപാട് ജനങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പം എനിക്ക് ക്യാൻസർ രോഗത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ഏത് ഷൂട്ടിനാണെങ്കിലും ഏത് പ്രോഗ്രാമിനാണെങ്കിലും ഇനി വേദി കിട്ടിയാൽ ഞാൻ അവിടെ പറയും, എന്റെ ദൈവം അല്ലെ കർത്താവ് എന്നെ രക്ഷിച്ചെടുത്തു എന്ന്. പിന്നെ പുറത്തോട്ട് വല്ലോ എനിക്ക് മിഷണറിയായിട്ട് പോകാൻ വല്ലോ അവസരം ഉണ്ടായാൽ ഞാൻ ചെന്ന് പറയും, എനിക്കിപ്പോ പ്രോഗ്രാം ആണ്, ഞാൻ എവിടെ പോയാലും ദൈവം എന്നെ വിടുവിച്ചെന്ന് പറഞ്ഞിട്ടേ ഞാനത് തുടങ്ങത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം മനസ്സിലായല്ലോ എല്ലാവർക്കും. പിന്നെ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വന്നു വെച്ചാൽ, ഞാനൊരു നീക്കം പറഞ്ഞു. അത് ആരുടെയാണോ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ നീക്കം എന്നെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തി. കാരണം എനിക്ക് 10ാം തീയതി കീമോയാണ്. മനസ്സ് എത്രത്തോളം സന്തോഷിക്കാവോ അത്രത്തോളം സന്തോഷിക്കണം. എനിക്കിനി എന്താണ് സന്തോഷിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സാധാരണ ഒരു ക്യാൻസർ അല്ല എനിക്ക്. ക്യാൻസർ ആണെങ്കിൽ പോലും അതില് കുറച്ച് ഡിഫിക്കൽട്ട് ആണ് എനിക്ക്. അത് എനിക്കും അറിയാം, എന്റെ വീട്ടുകാർക്കും അറിയാം. നിങ്ങൾ ഈ പറയുന്നത് കള്ളത്തരം, എന്തിനാണ് ഞാൻ ഈ കള്ളത്തരം, ഈ തിക്ലൈൻ ഏതായാലും വിവരമുള്ളവർക്കാണ്. ഇത് ഹാർട്ടിൽ കിടക്കുന്ന സാധനമാണ് എല്ലാവർക്കൂടെ. എന്റെ കത്തീറ്റർ ഹാർട്ടിൽ കിടക്കുന്നതാണ്. സോ ഇത് വെറുതെ എന്തായാലും ഒരു ഡോക്ടേഴ്സും കുത്തിയിടത്തില്ല. അസുഖം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇടുന്നത്. നമ്മൾ കള്ളം ചെയ്യത്തില്ല, കള്ളം പറയത്തില്ല. ഒരു അസുഖത്തെ വെച്ച്, അത് ഇത്രയും വലിയൊരു മാരകാവസ്ഥയെ വെച്ച് നമ്മൾ കള്ളം പറയില്ല. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായത്, എന്റെ കുഞ്ഞ് ഋതപ്പൻ ഇനി എന്നിൽ നിന്ന് അവനെ അവകാശം തട്ടിയെടുക്കാൻ നോക്കുന്നുണ്ട്. അത് ഞാൻ അറിഞ്ഞു. അവന്റെ അമ്മ ഞാനാണ്, എനിക്കിനി ആകെയുള്ളത് അവനാണ്. എനിക്ക് മാനസികമായിട്ട് വളരെ വിഷമാണ് അവനെ എന്നിൽ നിന്ന് അകറ്റാൻ നോക്കുന്നത്. അറിഞ്ഞു വേറൊന്നുമല്ല, ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണല്ലോ. അപ്പം ഞാൻ മരിക്കും എന്ന് വിധി എഴുതുന്ന കുറച്ച് പേര് എനിക്ക് ചുറ്റുമുണ്ട്. അവരുമായിട്ട് കൂടിച്ചേർന്നാണ് നീക്കങ്ങൾ. അത് ഞാൻ ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. ഞാൻ കരയില്ല, കാരണം എന്നെ പോലെ ക്യാൻസർ പേഷ്യൻസ് കുറെ പേരുണ്ട്. ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമാകും. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആളുകളുണ്ട്, അവർക്ക് വിഷമാകും. അപ്പം എന്റെ കുഞ്ഞ് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും, അതായത് ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണ്. അവന്റെ അമ്മ ഉടനെ മരിക്കും, ഞാൻ ഉടനെ മരിക്കും. പിന്നെ അവനാകെ അച്ഛൻ മരിച്ചുപോയി. അപ്പൊ അവകാശം ഞങ്ങൾക്ക് വേണമെന്ന് ഒരു കൂട്ടര്, ഞാൻ ഇന്നത് അറിഞ്ഞു, എന്നിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകാൻ. ഞാൻ ആരാണെന്ന് എന്താണെന്ന് ഒന്നും പറയുന്നില്ല, ആരെയും കുറ്റപ്പെടുത്താനല്ല ഈ വീഡിയോ.
എനിക്ക് ആകെയുള്ള എന്റെ കുഞ്ഞാണ്. അവനെയും കൂടെ എന്നിൽ നിന്ന് അകറ്റിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇല്ല. ഞാൻ എത്രത്തോളം വിഷമിച്ചാണ് ഈ വീഡിയോ എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞാൻ തൊട്ട് ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് അതിന്റെ ഫീലിങ്സ് മനസ്സിലാക്കില്ല. എനിക്ക് എംപതി അല്ലെങ്കിൽ സിമ്പതി അതിനല്ല ഞാൻ ഈ വീഡിയോ എടുത്തതും ഒരിക്കലും. പക്ഷെ സ്നേഹമുള്ളവർ ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്ന എനിക്ക് ഒരുപാട് സന്തോഷമാണ്. എന്റെ കുഞ്ഞിനെ എനിക്കിനിയിപ്പം ഈ ക്യാൻസറിന്റെ വിഷയം ഇനിയിപ്പം മുന്നോട്ട് 5 കീമോ ഉണ്ട്, അതിൽ കൂടുതൽ അതിലുപരി 2 lakhsന്റെ മെഡിസിൻ, ഓരോ കീമോയ്ക്കും 2 lakhsന്റെ മെഡിസിൻ വെച്ച് എനിക്ക് എടുക്കുന്നുണ്ട് ശരീരത്തിൽ. സോ എങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു വരത്തുള്ളൂ എന്നാണ് ആ ഒരു ഇത്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ എല്ലാവരും എനിക്ക് ധൈര്യം തരുന്നുണ്ട്. പക്ഷെ എങ്കിലും ഞാൻ അറിഞ്ഞായിരുന്നു എന്റെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥയിലാണ്. സോ എനിക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്നെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്. ദൈവം എനിക്കൊന്നും വരുത്താതിരിക്കട്ടെ എന്റെ പ്രവർത്തനങ്ങൾക്ക്. അപ്പം അഥവാ ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ഈ പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ ഒന്ന് പറയാണ്, എന്റെ കുഞ്ഞിനെ ഞാൻ എന്റെ പപ്പ തങ്കച്ചൻ PG, അതായത് ഋതുൽദാസിനെ തങ്കച്ചൻ PG അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞമ്മ തങ്കച്ചനോ അല്ലെങ്കിൽ എന്റെ ചേച്ചി രമ്യ ലിബുവിനെയോ അല്ലെങ്കിൽ ലിബു എന്റെ ചേട്ടാപ്പി, ഇവരെ 4 പേരെ അല്ലാതെ ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കത്തില്ല. എനിക്കാരും വിശ്വാസമില്ല. എന്റെ കുഞ്ഞിനെ ഋതുൽദാസിനെ ഞാൻ ഈ 4 പേരെ മാത്രമേ ഏൽപ്പിക്കൂ. എനിക്ക് എന്തെങ്കിലും ക്യാൻസർ വന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ 4 പേരായിരിക്കും എന്റെ കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്വം. ഞാൻ അവരെ ഏൽപ്പിക്കുകയാണ്. പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ പറയാണ്, എന്റെ കുഞ്ഞിനെ അവര് 4 പേരല്ലാതെ വേറെ ആർക്കും ഞാൻ കൊടുക്കത്തില്ല എന്റെ കുഞ്ഞിനെ. അതിനുള്ള നിയമപരമായിട്ട് എന്തായാലും മുന്നോട്ട് തന്നെ ഞാൻ പോകും. എന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ നോക്കിയാൽ ഞാനത് ചെയ്യും. ഈ 4 പേര് എന്നെ പൊന്നുകൾ നോക്കുന്നുള്ളവര്, അപ്പൊ എന്റെ കുഞ്ഞിനെ അവർ നോക്കും. എന്റെ കണ്ണുമുന്നിൽ തന്നെ എന്റെ കുഞ്ഞ് കാണണം എപ്പോഴും, എന്റെ മരണം വരും. അപ്പം ഇത് ഒന്ന് അറിയിക്കാൻ വേണ്ടി, ആ നീക്കം ഞാൻ അറിഞ്ഞു, അതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പബ്ലിക്കിന്റെ മുന്നിൽ വന്നത്. അത് ആരാണെന്നോ ആരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് അറിയാവുന്നവർക്കും അറിയാം, എനിക്കും അറിയാം. ഞാൻ അറിഞ്ഞ വിഷയമാണ് എന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ നോക്കുന്നത്. പിന്നെ എന്നെപ്പറ്റി കഴിഞ്ഞ ദിവസം നമ്മുടെ നോബൽ ഫിലിപ്പ് അമ്പലവല്ലി ബിഷപ്പ്, അദ്ദേഹം ഒരു പ്രീസ്റ്റാണ്. എന്നെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂവിൽ പറഞ്ഞു. സോ അദ്ദേഹത്തെ ഒരുപാട് പേര് കുറ്റം പറയുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം ഒരു പ്രീസ്റ്റാണ്. അദ്ദേഹം എന്തുമാകട്ടെ, എന്നെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുള്ളതല്ലാതെ, കുറച്ച് വ്ളോഗേഴ്സ് അത് വലിയ കാര്യത്തിൽ എടുത്തിട്ടുള്ളതല്ലാതെ, ഞങ്ങൾ രണ്ടും ഇന്നീ നിമിഷം വരെ നേർക്കുനേരെ ഒരു നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ നേർക്കുനേരെ ഒന്നും ഞങ്ങൾ വിദ്വേഷത്തോടെ പെരുമാറിയിട്ടില്ല അദ്ദേഹത്തോട്. എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞ് അദ്ദേഹം ഈ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ദൈവപുരുഷനാണ്. എല്ലാം മറന്നിട്ട് അദ്ദേഹം എനിക്ക് വേണ്ടി, ദൈവമേ ആ കൊച്ചിന്റെ അസുഖം മാറ്റണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു വലിയൊരു ദൈവപുരുഷനാണ്. ദൈവികമായിട്ടുള്ള ചൈതന്യം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം എന്നെ കാണാൻ വന്നതും പ്രാർത്ഥിച്ചത്. ഞാൻ അദ്ദേഹത്തോട് പബ്ലിക്കായിട്ട് ക്ഷമ ചോദിച്ചു, ഇനിയും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അദ്ദേഹം ഇന്നും വന്ന് പ്രാർത്ഥിച്ചു. എനിക്കതെന്റെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസമാണ്. നിങ്ങൾ അദ്ദേഹത്തെ വെറുതെ കുറ്റം പറയരുത്. അദ്ദേഹം ഒരു വീട് കൊടുത്തെന്നല്ലാതെ അദ്ദേഹം വേറൊരു തെറ്റും ചെയ്തിട്ടില്ല. അതിനു വേണ്ടിയിട്ട് ഒരുപാട് അദ്ദേഹം കേട്ടു. ഈ ഒരു കൊല്ലം സുധീർ 2 മക്കൾക്ക് വീട് കൊടുത്ത ആ ഒരു കുറ്റമല്ലാതെ, അത് കുറ്റം തന്നെ പറയണം, കാരണം അതുപോലായിരുന്നു പ്രശ്നങ്ങൾ മുഴുവനും. അതോടുകൂടി അദ്ദേഹത്തിന് മനസ്സമാധാനം പോയെന്നാണ് എന്റെ ഒരു വിശ്വാസം, സത്യം പറഞ്ഞു. അതോടുകൂടി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. എങ്കിൽ പോലും അദ്ദേഹം എല്ലാ വിഷമങ്ങളും മറന്ന് എനിക്ക് അസുഖമാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഈ സ്തുതിയിലേക്ക് വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. വലിയൊരു ദൈവപുരുഷനാണ് അദ്ദേഹത്തെ. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. വെറുതെ അദ്ദേഹത്തെ ആവശ്യമില്ലാതെ ആരും കുറ്റപ്പെടുത്തരുത്. നിങ്ങൾ സത്യം അറിയാതെയാണ് കിടന്ന് കുറ്റപ്പെടുത്തുന്നത്. പിന്നെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഞാൻ ആരെയും എന്താ പറയാ, എനിക്ക് കാണണമെന്ന് പറഞ്ഞ് ഞാൻ ആരെയും നിർബന്ധിച്ചിട്ടോ ഒന്നുമല്ല ആരും വരുന്നത്. എന്നെ സ്നേഹിക്കുന്നവരും ഞാൻ സ്നേഹിക്കുന്നവരും മാത്രമാണ് എന്നെ കാണാൻ വരുന്നതും. എനിക്കത് സന്തോഷമുണ്ട്. ഞാൻ ആരെയും നിർബന്ധിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് കയറി ആരെയും വിളിച്ച് നിർബന്ധിക്കുകയൊന്നുമില്ല. എനിക്ക് എന്റെ മനസ്സെന്ന് പറഞ്ഞാൽ എല്ലാരെയും എനിക്ക് കാണാൻ വളരെ സന്തോഷമാണ്. എന്നെ കാണാൻ വരുന്നത് പറഞ്ഞാൽ എനിക്ക് വളരെ, എന്റെ മനസ്സിന് വളരെ ഒരു സന്തോഷമാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ദൈവജനങ്ങളുണ്ട്, ദൈവമക്കളുണ്ട്. എനിക്ക് വേണ്ടി വഴിപാട് കഴിക്കുന്നവരുണ്ട്, എനിക്ക് വേണ്ടി നേർച്ച കഴിക്കുന്നവരുണ്ട്. അവരോടൊക്കെ ഞാൻ ഏത് രീതിയിലാണ് ഞാൻ കടപ്പെട്ടിരിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെയായിട്ടും അറിയില്ല. ഞാൻ എങ്ങനെ അവരോടൊക്കെ ഇങ്ങനെ ഇതിന് തിരിച്ച് ഞാൻ നന്ദി പറയുമെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ആകെയുള്ള വരുമാന മാർഗം എന്റെ യൂട്യൂബ് ചാനൽ മാത്രമാണ്. എനിക്ക് കീമോ എടുക്കാനുള്ള മരുന്നും അതുപോലെ ആ മരുന്നിന്റെ കൂട്ടത്തിൽ വേറെ 2 lakhsന്റെ മരുന്നും ഓരോ കീമോയ്ക്കും ഞാനത് ഉണ്ടാക്കണം. എനിക്കത് എങ്ങനെയാണ് എന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഇതില്ല. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം. പ്ലീസ് നിങ്ങൾ കാണുന്നവര് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഈ ഒരു രോഗത്തിൽ നിന്ന് രക്ഷിച്ച് തിരിച്ച് എന്റെ ഋതപ്പന്റെ അമ്മയായിട്ട് തിരിച്ചു കൊടുക്കുക.
എന്നുള്ള ഒരൊറ്റ ഇതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞ ഞാൻ അതുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ പലപ്പോഴും തളർന്നു പോയിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ എന്നെ സ്നേഹിക്കുന്ന കുറച്ചു പേരുടെ ആ സ്നേഹവും പിന്നെ ഒരുപാട് ലോകത്തിലുള്ള ഒരുപാട് നല്ല മനുഷ്യരുടെ പ്രാർത്ഥനയും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ നിമിഷം ഇവിടെ ഇരിക്കുന്നത്. ആ കീമോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എന്ത് അവസ്ഥയെന്ന് എനിക്കറിയില്ല. ഒരാഴ്ചത്തേക്ക് ഞാൻ ഡൗൺ ആയിരിക്കും. പക്ഷെ അവിടെ നിന്ന് ഞാൻ തിരിച്ചു വരുമെന്നുള്ള ഒരു ഒറ്റ വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. 5 കീമോയും സർജറിയും എല്ലാം കിടക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വേണം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ കീമോയുടെ എഫക്റ്റ് കൊണ്ട് നിങ്ങൾ കണ്ടല്ലോ, ഞാൻ എനിക്കത് ഓർമ്മ പോലും ഇല്ല ആ സമയം. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ 3 ദിവസം ICUലായിരുന്നു. ഒരുപാട് വേദനകൾ ഞാൻ സഹിച്ചു. കിടക്കലായിരുന്നു, ഛർദിച്ചു, ലൂസ് മോഷനും ഒരു ഉമിനീരിറക്കാൻ ഞാൻ ഛർദിച്ചു. പക്ഷെ ഇത്തവണത്തെ കീമോയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ സ്നേഹവും പ്രാർത്ഥന കൈ അനക്കാൻ പറ്റില്ല. കൈക്ക് ഭയങ്കര വേദനയാണ്. അപ്പൊ കീമോയ്ക്ക് നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും നിങ്ങളുടെ വഴിപാടുകളും നിങ്ങളുടെ നേർച്ചകളും എന്നെ ശക്തമായിട്ട് എന്നെ തിരിച്ചു കൊണ്ടുവരും തന്നെയാണ് എനിക്ക് വിശ്വാസം. എന്റെ ശരീരത്തെ കാർന്ന് തിന്നുന്ന ക്യാൻസറിനേക്കാൾ വളരെ വിഷമുള്ള ക്യാൻസർ ഉള്ള നാക്കുള്ളവരും അതിൽ അതുപോലെ കമന്റ് ഇടുന്നവരെ പറ്റി എനിക്കൊന്നും പറയാനില്ല. അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവർക്ക് ആർക്കും ഒരസുഖം വരാതെ ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കട്ടെ എന്ന് മാത്രം എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ എല്ലാവരും കണ്ടല്ലോ, ഇതൊക്കെയാണ് രേണുവിന് പറയാനുള്ള കാര്യങ്ങൾ. എനിക്ക് ഇപ്പോഴും പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ അവരുടെ രോഗം അത് എത്രയും പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കി തിരിച്ചു വരാൻ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വീണ്ടും ഓരോരോ വിവാദങ്ങൾ ഉണ്ടാക്കി വെറുതെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് നല്ല റെസ്റ്റും നല്ലൊരു സമാധാനമാണ് നിങ്ങൾക്ക് വേണ്ടത്. കാരണം വേറൊന്നും കൊണ്ടല്ല, ആ ഒരു രോഗത്തിന്റെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കിയതുകൊണ്ട് പറയാണ്. ഇപ്പൊ നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ ആ കുഞ്ഞിനെ കുറിച്ച് ഓർത്തിട്ടെങ്കിലും ഇനിയെങ്കിലും ഇതുപോലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. അല്ലാതെ വെറുതെ ഓരോരോ വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ ഈ അസുഖങ്ങളെല്ലാം മാറി തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കാരണം ആ കുഞ്ഞിന് ഒരു അമ്മ എന്നുള്ളത് അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ അസുഖങ്ങളൊക്കെ മാറി തിരിച്ചു വരാൻ കഴിയട്ടെ.